CPIM-ന്റെ രാഷ്ട്രീയ സ്ഥിരാകേന്ദ്രമാണ് കണ്ണൂർ. എന്നാൽ ഏറെക്കാലമായി കണ്ണൂരിൽ വിജയിക്കുന്നത് UDF ആണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നിവ ചേരുന്നതാണ് ഇന്നത്തെ നിലയിലുള്ള കണ്ണൂർ പാർലമെന്റ് മണ്ഡലം. CPM-ന്റെ ഇന്നത്തെ ഒന്നാം നിര നേതാക്കന്മാർ മുഴുവൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. CPM-ന്റെ മുൻനിര നേതാക്കന്മാരായ മുഖ്യമന്ത്രി പിണറായി വിജയൻ, MV ഗോവിന്ദൻ, EP ജയരാജൻ, P ജയരാജൻ, MV ജയരാജൻ, KK ശൈലജ ഇവരൊക്കെയും കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. CPM-ന്റെ ക്രെംലിനാണ് കണ്ണൂർ. എന്നാൽ ആ ക്രെംലിനിൽ ഇന്ന് വിജയക്കൊടി പാറിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ്. അതുകൊണ്ടാണ് CPM-ന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രുവായ K സുധാകരനെ പരാജയപ്പെടുത്താൻ MV ജയരാജനെ അവർ കളത്തിലിറക്കിയിരിക്കുന്നത്. BJP ആകട്ടെ ഇത്തവണ മത്സരിപ്പിക്കുന്നത് K സുധാകരൻ്റെ വിശ്വസ്തനും കോൺഗ്രസ്സുകാരനുമായിരുന്ന C രഘുനാഥിനെയാണ്. കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളം ഇടതുപക്ഷം ഭരിക്കുന്നതിനാൽ കണ്ണൂരിലേക്ക് നിരവധി വികസന പ്രവർത്തനങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ അത് രാഷ്ട്രീയമായി സമ്മതിക്കാൻ UDF തയ്യാറല്ല. ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ ഘടകമായി മാറുന്നത് വികസന പ്രശ്നങ്ങൾ മാത്രമല്ല, കണ്ണൂരിനെ സംബന്ധിച്ചും ന്യൂനപക്ഷ രാഷ്ട്രീയം അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക കണ്ണൂരിൻ്റെ ജനവിധിയായി മാറാൻ സാധ്യതയുണ്ട്. സമീപകാലത്തായി K സുധാകരൻ നടത്തിവരുന്ന ചില പ്രസ്താവനകൾ ന്യൂനപക്ഷ വോട്ടർമാരെ UDF-ൽ നിന്ന് അകറ്റുമോ എന്ന് UDF നേതൃത്വം ആശങ്കപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ഷാഫി പറമ്പിലിൻ്റെ വടകരയിലെ സ്ഥാനാർത്ഥിത്വം കണ്ണൂരിലെ UDF പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് നൽകിയത്. അവർ കൂട്ടമായി വടകരയിൽ പോയി പ്രവർത്തിച്ചു. അത് കണ്ണൂരിൽ K സുധാകരൻ്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്ന സാഹചര്യമുണ്ടായി. എങ്കിലും ഇതിനെയെല്ലാം തൻ്റെ രാഷ്ട്രീയ ചടുല നീക്കം കൊണ്ട് തന്ത്രഞ്ഞതുകൊണ്ട് മറികടക്കാനാണ് K സുധാകരൻ ശ്രമിച്ചത്. സാധാരണഗതിയിൽ K സുധാകരനെ എപ്പോഴും വിജയിപ്പിക്കുന്നത് ഇരിക്കൂറും പേരാവൂറുമാണ്. എന്നാൽ ഇത്തവണ അവിടെ പോളിംഗ് നന്നേ കുറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ആ മേഖലയിൽ ക്രിസംഖികളുടെ വളർച്ച ദ്രുതഗതിയിൽ സംഭവിക്കുകയാണ്. ഇതെല്ലാം K സുധാകരൻ്റെ രാഷ്ട്രീയ സാധ്യതകളെ അടച്ചു കളയുന്നുണ്ട്. അപ്പോഴും K സുധാകരന് ആശ്വസിക്കാൻ ഒരു വകയാണുള്ളത്. അത്രയ്ക്കും ജനകീയനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ അല്ല തനിക്ക് എതിരായി കിട്ടിയത്. ഇടതുപക്ഷമാകട്ടെ സംസ്ഥാന സർക്കാരിൻ്റെ 8 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയും K സുധാകരൻ്റെ ചില സമീപകാല പ്രസ്താവനകളിൽ ഊന്നിയുമാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ K സുധാകരനാകട്ടെ തൻ്റെ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ കൊണ്ടും അക്രമ രാഷ്ട്രീയത്തെ മണ്ഡലത്തിൽ ഉടനീളം ചർച്ചയാക്കിക്കൊണ്ടുമാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രചരണങ്ങളുടെ മുനയൊടിക്കാൻ ശ്രമിച്ചത്. ഞങ്ങൾ നടത്തിയ പഠനത്തിൽ UDF സ്ഥാനാർത്ഥി K സുധാകരൻ കണ്ണൂരിൽ വിജയിക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്.